നരകത്തിൽ നിന്ന് മക്കളെയും നിങ്ങളെയും കുടുംബത്തെയും കാക്കണം എന്ന് അള്ളാഹുവിന്റെ വാക്കില്ലേ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. എങ്ങനെ സൂക്ഷിക്കുന്ന, എങ്ങനെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ കാണാം, രണ്ടെണ്ണാണ് അതിന് വേണ്ടത്. ഒന്ന് അദ്ദിബൂഹും വഅല്ലിമൂഹും, അവർക്ക് നല്ല ഇൽമു പഠിപ്പിക്കണം. മറ്റൊന്ന് അദബും പഠിപ്പിക്കണം. ഇൽമും അദബും ഉണ്ടോ, മക്കള് നരകത്തിൽ പോകേണ്ടി വരൂല. ഇൽമും ഇല്ല, അദബും ഇല്ല. എന്നാൽ എല്ലാ അസാൻമാർഗീയ രംഗങ്ങളിലേക്കും നമ്മുടെ മക്കൾ പോയാൽ നമ്മൾ ഉത്തരവാദികളാണ്. അതില്ലാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കണം. പൂർവികരായ മഹത്തുക്കൾ അവരെ മക്കളെ എല്ലാ വിദ്യകളും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇൽമും അദബിനും ഒരു കുറവും അവർ വരുത്തിയിട്ടില്ല. എല്ലാ തരത്തിലും ഇൽമും നൽകിയിട്ടുണ്ട്, അദബും നൽകിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ നോക്ക്, ഇൽമിന്റെയും അദബിന്റെയും രണ്ട് മേഖലയും കുറവാണ്. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ക്ഷീണം അതാണ്. ഒരു കുട്ടി എങ്ങനെ വീട്ടിലിരിക്കുമ്പോ ബാപ്പ വന്ന് കയറുമ്പോ, ഉമ്മ വന്ന് കയറുമ്പോ ഒന്ന് നോക്കിയിട്ട് ചിരിക്കുന്നു. ബാപ്പന്തേ വരാൻ നേരം വൈകിയെന്ന് ചോദിക്കുന്നു. ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എണീക്കാൻ പോലും മതമില്ല. നമ്മൾ കാണുന്ന കാഴ്ചയാണ്, സങ്കടമാണ് സഹോദരങ്ങളെ. എന്തെങ്കിലും അവരോടൊന്ന് ഉപദേശിച്ചാൽ ക്രോസ് വിസ്താരമാണ്. അതല്ലേ പലരും ഒന്നും പറയാത്തത്. 10-20 വയസ്സായ മകനോട്, മോനെ നീ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി സുബഹി ഖളാക്കാൻ പാടില്ല എന്ന് ഉമ്മ പറയുമ്പോ, ഞാൻ വീട്ടിൽ കിടക്കുന്നതാണോ നിങ്ങൾക്ക് വിഷമം, ഞാൻ ഏതെങ്കിലും ഫ്ലാറ്റിൽ പോയി ഉറങ്ങിക്കോളാം, ഞാൻ നാളെ മുതൽ വീട്ടിൽ വരുന്നില്ല, ഫ്രണ്ട്സിന്റെ കൂടെ പോകാം. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് നൽകേണ്ട ഒരു അദബുണ്ട്. ആ അദബ് കൃത്യമായും ജീവിതത്തിൽ നൽകണം.